അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇത്രയും വിശാലമായ രാത്രിയിൽ, ജനകോടികൾക്ക് മാപ്പ് നൽകുന്ന രാത്രിയിൽ, അന്ന് മോചനം നൽകാത്ത 3 പേരിൽ ഒരു വിഭാഗം ആഖുൽ ലിവാലിദൈ, മാതാപിതാക്കളെ വെറുപ്പിച്ചവനാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നേരത്തെ ചിന്തിക്കുക, നേരത്തെ ചിന്തിക്കുക, ദുരഭിമാനമില്ലാതെ ചിന്തിക്കുക. ഏത് സമയത്തും അസ്റായിൽ വന്നേക്കാം എന്ന ബോധത്തോടുകൂടെ ചിന്തിക്കുക. എന്നിട്ട് ബറാഅത്തിന്റെ രാത്രിക്ക് മുമ്പ് എത്ര ഗൗരവമുള്ള പ്രശ്നമാണെങ്കിൽ ഉമ്മാന്റെ പൊരുത്തം നമുക്ക് ആവശ്യമാണ്. ഇത് പറയുമ്പോ ചിലര് ചോദിക്കും, ഉസ്താദേ അതിന് എന്റെ ഉമ്മ മരണപ്പെട്ടല്ലോ, എന്റെ ഉപ്പ മരണപ്പെട്ടല്ലോ. സംഗതി ഞാനും ഉമ്മയും ഉപ്പയും ചില കശവിശകളൊക്കെ ഉണ്ടായിപ്പോയിട്ടുമുണ്ടല്ലോ. ഇനി എന്തു ചെയ്യാനാ? പല ആളുകളും ഇരുന്ന് ചിന്തിക്കുന്ന യാഥാർത്ഥ്യം അതായിരിക്കാം. മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചത് കാണാം. അങ്ങനെ മരണപ്പെട്ടു പോയാൽ നിന്റെ മാതാപിതാക്കളെ പൊരുത്തപ്പെടിക്കാൻ എന്താണ് മാർഗം? 3 മാർഗങ്ങൾ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത് കാണാം. ഒരു മാർഗം, നിന്റെ മാതാപിതാക്കളെ നിരന്തരമായി സിയാറത്ത് ചെയ്യലാണ്. ഖബറിൽ കിടക്കുന്ന നിന്റെ ഉമ്മാന്റെയും ഉപ്പാന്റെയും ഖബർ നിരന്തരം സിയാറത്ത് ചെയ്യലാണ്. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു സാധാരണ ഖബർ സിയാറത്തില്ലല്ലോ. ആ സ്ത്രീകളോ അവർക്ക് വേണ്ടി ധാരാളം ഖുർആൻ ഓതി ഹദിയ ചെയ്യലാണ്. അവർക്ക് വേണ്ടി ധാരാളം ഖുർആൻ ഓതി പ്രാർത്ഥിക്കലാണ്. പുരുഷന്മാർ നേരിട്ട് ചെന്ന് സിയാറത്ത് ചെയ്ത് ദുആ ചെയ്യലാണ്. നിരന്തരമായി, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ജുമഅക്ക് ശേഷമൊക്കെ മാതാപിതാക്കളെ സിയാറത്ത് ചെയ്യുന്നതിന് വലിയ പുണ്യമാണ്. നിരന്തരം നിന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്തോ. ജീവിതകാലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതൊരു മാർഗമാ. രണ്ടാമത്തെ മാർഗം പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത് കാണാം. ഇഷ്ടപ്പെട്ട ഉപ്പാന്റെ കുടുംബക്കാരില്ലേ, ഉമ്മ ഇഷ്ടപ്പെട്ട ഉമ്മാന്റെ കുടുംബക്കാരില്ലേ, അവരിലൂടെ എല്ലാം ചെന്ന് ബന്ധങ്ങൾ അങ്ങ് പുതുക്കിക്കോ. അവരോടൊക്കെ നിരന്തരം ബന്ധപ്പെട്ടോ. നീ ബന്ധപ്പെടുന്നത് നിന്റെ ഉപ്പ ഖബറിൽ അറിയും, നീ ബന്ധപ്പെടുന്നത് നിന്റെ ഉമ്മ ഖബറിൽ അറിയും. അപ്പോൾ നിന്റെ ഉപ്പക്കും ഉമ്മക്കും മനസ്സിനൊരു സന്തോഷം വരും. അങ്ങനെ ഒരു സന്തോഷം ഉണ്ടാക്കിയിട്ട് ഉമ്മാന്റെയും ഉപ്പാന്റെയും പൊരുത്തം തിരിച്ചു നേടിക്കോ. മൂന്നാമത്തെ മാർഗം പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത് കാണാം. ഉമ്മാന്റെയും ഉപ്പാന്റെയും പേരിൽ ധാരാളം സ്വതക്ക ചെയ്തോ. ഞാനിവിടെ വരുമ്പോ അറിഞ്ഞത്, ഈ പള്ളിക്ക് വേണ്ടി പള്ളിയുടെ പരിസരത്ത് മദ്രസ ഉണ്ടാക്കുന്നു എന്ന വിവരമാണ്. മദ്രസയുടെ നവീകരണത്തിന് കമ്മിറ്റി അധ്വാനിക്കുന്നു എന്ന വിവരമാണ്. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നിന്റെ ഉമ്മാന്റെ പേരിൽ നിന്നെ കൊണ്ട് കഴിയുന്ന വലിയ സ്വതക്ക ചെയ്തോ. ഉപ്പാന്റെ പേരിൽ വലിയ സ്വതക്ക ചെയ്തോ. ആ പ്രതിഫലം ഖബറിൽ ഉമ്മാന്റെ അടുക്കലെത്തുമ്പോ, ആ പ്രതിഫലം ഖബറിൽ ഉപ്പാന്റെ അടുക്കലെത്തുമ്പോ നിനക്കതുകൊണ്ട് വിജയം കിട്ടാൻ അത് കാരണമാകും. മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടാൻ അത് കാരണമാകും. അതുകൊണ്ട് സ്വതക്ക ചെയ്തോ. മദ്രസകൾ അതിന് നല്ല വഴിയാണ്, പള്ളികൾ അതിന് നല്ല മാർഗമാണ്, അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങൾ അതിന് നല്ല മാർഗമാണ്. മാതാപിതാക്കളെ സന്തോഷിപ്പിക്കണോ, മരണപ്പെട്ടവരുടെ പൊരുത്തം നേടണോ, അവരുടെ മേൽ ദാനധർമ്മം വർദ്ധിപ്പിച്ചോ. അബുൽ ലൈഥി സമർഖന്ദി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാര് ഈ വിഷയം നമ്മെ പഠിപ്പിച്ചത് കാണാം. അപ്പം മരണപ്പെട്ടവർക്കും പരിഹാരങ്ങളുണ്ട്, മരണപ്പെട്ടവർക്കും പരിഹാരങ്ങളുണ്ട്. മാതാപിതാക്കളെ സന്തോഷിപ്പിക്കണം ബറാഅത്ത് രാത്രിയുടെ മുമ്പ്.
ബറാഅത്തിന്റെ രാവിൽ, മോചനത്തിന്റെ രാത്രിയിൽ അല്ലാഹു മാപ്പ് കൊടുക്കാത്ത രണ്ടാമത്തെ ആളാരാണെന്നറിയോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, വമുദമ്മിനുൽ ഖംർ, ലഹരിക്കടിമപ്പെട്ടു പോയവനാ. ലഹരിക്കടിമപ്പെട്ടു പോയവന് മോചനമില്ല കേട്ടോ. ഇത് പറയാൻ വേദനയുണ്ട്, ഇത് പറയാൻ വിഷമമുണ്ട്. സുബ്ഹാനല്ലാഹ്, ലഹരിയുടെ വ്യാപനം നടക്കുന്ന കാലമാ. എന്റെ കൊച്ചനുജന്മാർ പലരും അതിനടിമകളാ, എന്റെ കൂട്ടുകാരിൽ പലരും അതിനടിമകളാ. ഞാൻ പറഞ്ഞത് എന്റെ അനുജനും എന്റെ കൂട്ടുകാരും എന്നല്ല, എന്റെ നാട്ടിലുള്ള ആളുകളെ ഉപമിച്ചുകൊണ്ട് പറഞ്ഞതാ. അതേ ചെറിയ ചെറിയ ആളുകൾ വരെ ലഹരിക്കടിമകളാ. ലഹരിയുടെ വ്യാപനം സജീവമാ. ഏതൊക്കെ പേരിലാ ലഹരി വരുന്നത്, ഏതൊക്കെ ശൈലിയിലാ ലഹരി വരുന്നത്, ഏതൊക്കെ മോഡലിലാ ലഹരി കടന്നു വരുന്നത്, രക്ഷിതാക്കൾക്ക് കണ്ടെത്താൻ കഴിയുന്നതിലപ്പുറമാണ് ലഹരിയുടെ വ്യാപനം. ചില ഉമ്മമാരൊക്കെ പറയും എന്റെ കുട്ടി ഒരിക്കലും ലഹരി കഴിക്കില്ല. ചില ഉമ്മമാരൊക്കെ പറയും എന്റെ കുട്ടി അങ്ങനെ ആവില്ല. അമിത ആശ്വാസം വേണ്ട, ഓവർ കോൺഫിഡൻസ് വേണ്ട. പരിശോധിക്കാതെ തന്റെ മക്കളെ അമിതമായി വിശ്വസിക്കണ്ട. സുബ്ഹാനല്ലാഹ്, ലഹരിക്ക് വിവിധ സംവിധാനങ്ങളാണ്. അത് കഴിച്ചാൽ അറിയാതിരിക്കാൻ വിവിധ മാർഗങ്ങളാണ്. ഒരാൾക്കും കണ്ടെത്താൻ കഴിയാത്ത സംവിധാനങ്ങളാണ്. ഞാൻ അതിന്റെ പേര് പബ്ലിഷ് ചെയ്യേണ്ടതില്ലല്ലോ, അതിന്റെ ഉപയോഗങ്ങൾ പറയേണ്ടതില്ലല്ലോ. എന്റെ ദർസിലെ വിദ്യാർത്ഥികള് ലഹരിയുമായി ബന്ധപ്പെട്ട് തന്നെ പഠനം നടത്തിയിട്ട് അവര് അവിടെ ദർസിലിറക്കിയ മാസികയുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ മാസിക ഇങ്ങനെ താളുകൾ മറിക്കുമ്പോ അതിൽ കാണുന്ന ലഹരികളെ കുറിച്ച് അറിയുമ്പോ, ഉപയോഗങ്ങൾ അറിയുമ്പോ, വ്യാപനങ്ങൾ അറിയുമ്പോ, അതിന്റെ ഉള്ളറകൾ വായിച്ചെടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഖിയാമത്ത് നാൾ അടുത്തു എന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന വിധം ലഹരി വ്യാപകമാ. എന്റെ കൂട്ടുകാരോട്, അനുജന്മാരോട്, സഹോദരിമാരോട് പറയട്ടെ, സ്ത്രീകൾ വരെ ഇതിൽ നിന്ന് അടിമകളാ. ലഹരിക്ക് സ്ത്രീകൾ വരെ അടിമകളാ. ആ മേഖലയിലേക്ക് ഞാൻ അങ്ങ് കടന്നാൽ ഒരുപാട് സംസാരിച്ചു പോകും. ലഹരിയുടെ ഗൗരവം എത്രയാ ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. നരകത്തിൽ ഒരു ജലമുണ്ട്, പ്രത്യേകം തയ്യാറാക്കിയ ഒരു ജലമാണ് ത്വീനത്തുൽ ഖബാൽ. ത്വീനത്തുൽ ഖബാൽ എന്ന് പറയുന്ന ഒരു ജലമുണ്ട്, നരകത്തിൽ പ്രത്യേകം തയ്യാർ ചെയ്തൊരു ജലമാണ്. നമ്മളൊക്കെ മംഗല്യത്തിന് ആളുകൾ വരുമ്പോ, മണ്ഡപത്തിലേക്ക് ആളുകൾ കയറി വരുമ്പോ വെൽക്കം ഡ്രിങ്ക് കൊടുത്ത് സ്വീകരിക്കാറില്ലേ? നരകത്തിലേക്ക് വരുന്ന ഒരു വിഭാഗം ആളുകൾക്ക് വെൽക്കം ഡ്രിങ്കായി വെച്ചിരിക്കുന്ന ഒരു ജലമാണ് ത്വീനത്തുൽ ഖബാൽ. ആ ജലത്തിന്റെ പ്രത്യേകത അറിയുമോ? നരകത്തിൽ കിടക്കുന്ന ആളുകള് അവരെ നരകത്തിലിട്ട് കരിച്ചിട്ട് അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന ചീഞ്ചലങ്ങൾ, ആ ചീഞ്ചലങ്ങൾ നരകത്തിൽ വെച്ച് തിളപ്പിച്ച് ശേഖരിച്ചു വെച്ചതാ ത്വീനത്തുൽ ഖബാൽ. നരകവാസികളുടെ ചീഞ്ചലമാണ് ത്വീനത്തുൽ ഖബാൽ. തിളച്ച രൂപത്തിലാണ് അതെടുത്തു വെച്ചിരിക്കുന്നത്. ഇതാർക്കുള്ള ജലമാ? ലഹരി കഴിച്ചവനുള്ള ജലമാ. ചുണ്ടിനടിയിൽ വെച്ച കൂട്ടുകാരനെ കാത്തിരിക്കുന്നതാ. നാവിൽ സ്റ്റിക്കറായി വെച്ചുപയോഗിച്ചവനെ കാത്തിരിക്കുന്നതാ. പലതും വലിച്ച് അതിന്റെ സ്മെല്ലുകളെ കൊണ്ട്, അതിന്റെ ശ്വാസങ്ങളെ കൊണ്ട് ലഹരി ഉപയോഗിക്കുന്ന എന്റെ കൂട്ടുകാരനെ കാത്തിരിക്കുന്ന ജലമാ. ലഹരിക്കടിമപ്പെട്ട് ഭാര്യയെ തല്ലുന്നവനുള്ള ജലമാ.
ലഹരിക്കടിമപ്പെട്ട് ജീവിതം നശിപ്പിക്കുന്നവന് കാത്തിരിക്കുന്ന ജലമാ. ആ ലഹരിക്കടിമപ്പെട്ടവൻ ഇങ്ങനെ കയറി വരുമ്പോ, ദാഹം കൊണ്ട് പിടയുമ്പോ തീനത്തുൽ ഖബാൽ നൽകുന്നു. ദാഹം കൊണ്ട് കുടിക്കാനായി മുഖത്തേക്ക് അങ്ങ് അടുപ്പിക്കുമ്പോ മുഖത്തിലെ മാംസങ്ങളങ്ങ് ഉതിർന്ന് വീഴുകയാ. മുഖത്തിലെ മാംസങ്ങളങ്ങ് ഉതിർന്ന് വീഴുകയാ. ദാഹം കൊണ്ട് കുടിക്കാനാകുന്നില്ല, വായയിലേക്ക് അടുപ്പിക്കാനാകുന്നില്ല. മുഖത്തെ മാംസങ്ങൾ ഉതിർന്ന് വീഴുകയാണ്. ഇനി ദാഹം കൊണ്ട് സഹിച്ചങ്ങ് ഒഴിച്ചാലോ തൊണ്ടയുടെ ഉള്ളിലൂടെ ഉരുകി ഒലിക്കുകയാ. ഇത്രയും ചൂടുള്ള ഗൗരവമുള്ള തിളപ്പിച്ച ചീഞ്ചലമായ തീനത്തുൽ ഖബാൽ ലഹരി ഉപയോഗകരെ കാത്തു നിൽക്കുമ്പോ കൂട്ടുകാരെ കൊണ്ട് പെട്ടുപോയതാവാ. ജീവിതത്തിലെ ചില അശ്രദ്ധ കൊണ്ട് വീണുപോയതാകാം. ചില ദുർബല നിമിഷങ്ങൾ കൊണ്ട് പെട്ടുപോയതാകാം. എന്റെ അനുജന്മാരെ, എന്റെ കൂട്ടുകാരെ, എന്റെ യുവതികളെ, തിരിച്ചു വരാൻ നമുക്കാവണം. തിരിച്ചു വരാൻ നമുക്കാവണം. സ്വബോധം വീണ്ടെടുക്കാൻ നമുക്കാവണം. ജീവിതത്തിലെ ആരോഗ്യം തിരിച്ചു പിടിക്കാൻ നമുക്കാവണം. മാതാപിതാക്കൾക്ക് നല്ല മക്കളാവാൻ നമുക്കാവണം. ഗുരുവര്യന്മാർക്ക് സന്തോഷിക്കാനാകുന്ന മക്കളാവണം. നാട്ടുകാർക്ക് അഭിമാനിക്കാനാകുന്ന മക്കളാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇങ്ങനെ ലഹരിക്കടിമപ്പെട്ടവരുണ്ടോ? 15ന്റെ രാത്രിക്ക് മുമ്പ് ഒന്ന് കരഞ്ഞു തൗബ ചെയ്തോ? ഒറ്റക്കിരുന്നൊന്ന് പൊട്ടിക്കരഞ്ഞോ? ഖബറിൽ നീ ഒറ്റക്കാണ് മോനെ. വേണമെങ്കിൽ നിന്റെ മഹലിന്റെ ഖബർസ്ഥാനിലൊന്ന് പൊയ്ക്കോ. അവിടെ കുറെ പൊന്തി നിൽക്കുന്ന മണ്ണിന്റെ കൂനകളില്ലേ, കുറെ ഖബറുകൾ നിന്റെ ഖബർസ്ഥാനിലില്ലേ. അവിടെ പോയിട്ടൊന്നൊറ്റക്കൊന്ന് നിന്ന് നോക്ക്. എന്നിട്ട് ആ ഖബറുകളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ആ ഖബറിന്റെ അകത്തുള്ള ആളുകളുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്ക്. നാളെ ഞാനും മയ്യിത്താണല്ലോ. ഇതുപോലൊരു ഖബർ എനിക്കുമുണ്ടല്ലോ. അവിടെ ഞാൻ തനിച്ചാണല്ലോ. എന്റെ കൂടെ ലഹരി കഴിക്കുന്നവൻ എന്റെ കൂടെ ഖബറിലില്ലല്ലോ. ഒരു രാത്രി പോലും തുണക്കിരിക്കില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവനാണെന്ന് വെച്ച് ഇന്നലെ പാതിര വരെ എന്റെ കൂടെ ലഹരി കഴിക്കാൻ ഉണ്ടായിരുന്നു എന്ന് വെച്ച് എന്റെ കൂടെ ഒരു രാത്രി പോലും ഖബറിൽ കൂട്ടിനവനില്ലല്ലോ. ഖബറിന്റെ പുറത്തിരിക്കാൻ അവനില്ലല്ലോ. ഒരു ദിവസമെങ്കിലും ഖബറിന്റെ സമീപത്താണെങ്കിലും ഞാൻ ഈ ഖബർ വിട്ടു വരാനില്ല. ഇവൻ എന്റെ പ്രിയപ്പെട്ടവനാ, ഇവൻ എന്റെ ചങ്കാ. ഈ ഖബർ വിട്ടു വരൂല്ല എന്ന് പറയാൻ എന്റെ കൂട്ടുകാരില്ലല്ലോ. പിന്നാർക്ക് വേണ്ടി ഞാൻ ലഹരി കഴിക്കണം? ആര് പ്രോത്സാഹിപ്പിക്കുമ്പോ ഞാൻ കഴിക്കണം? ആർക്ക് വേണ്ടി ഞാൻ ആവേശം കൊള്ളണം? ആരെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇതൊക്കെ വയറ്റിലേക്കാക്കണം? ആരെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇതിന്റെയൊക്കെ അടിമയാകണം? എന്റെ ബുദ്ധി ശരിയല്ല. യഥാർത്ഥ ബുദ്ധി ഏതാ? ആ മൺകൂനക്ക് താഴെ കിടക്കുമ്പോ, ആ ഖബറിന്റെ
താഴെ കിടക്കുമ്പോ എന്റെ ഒപ്പ ആരെങ്കിലും വേണമല്ലോ, എന്റെ ഖബറിൽ തുണ വേണമല്ലോ. ആരും വന്നു കിടക്കില്ലെങ്കിൽ തന്നെയും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കൂട്ടുകാരെനിക്ക് വേണ്ടേ, എനിക്ക് വേണ്ടി കരയുന്ന ഉമ്മ വേണ്ടേ, എനിക്ക് വേണ്ടി കരയുന്ന ഉപ്പ വേണ്ടേ, എനിക്ക് വേണ്ടി വിതുമ്പുന്ന കൂട്ടുകാര് വേണ്ടേ. ഈ ചിന്ത ബുദ്ധിയുള്ള ചിന്തയിലേക്ക് മടങ്ങിയെത്തണം. എന്നിട്ട് കൈ ഉയർത്തി പടച്ച റബ്ബിന്റെ മുന്നിൽ കരയണം. അല്ലാ, ജനകോടികൾക്ക് മോചനം കൊടുക്കുന്ന രാത്രിയല്ലേ, ഈ സാധുവിനെ തള്ളല്ല അല്ലാ, ഈ സാധുവിനെ അവഗണിക്കല്ല അല്ലാ. എന്നിട്ട് കരഞ്ഞ് പശ്ചാത്തപിച്ചിട്ട് 15ന്റെ രാത്രിയില് മഗ്‌രിബിന്റെ ശേഷം നിങ്ങളെ യാസീനോദ്, എന്നിട്ട് വീണ്ടും കരഞ്ഞ് ദുആ ചെയ്യ്, മഹാന്മാരെയൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യ്. റമദാനിന് മുമ്പൊന്ന് ഒരുങ്ങി തയ്യാറാവാൻ നിങ്ങളൊന്ന് നിൽക്ക്. നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നതാണ്, നരകമോചനം ലഭിക്കുന്നതാണ്, സ്വർഗപ്രവേശനം ലഭിക്കുന്നതാണ്. ആ മോചനത്തിന്റെ രാത്രി നമുക്ക് മുതലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മൂന്നാമത്തെ വിഭാഗമാരാ? ഈ മോചനത്തിന്റെ രാത്രിയിൽ അല്ലാഹു പുറത്തു കൊടുക്കാത്ത മൂന്നാമത്തെ വിഭാഗമാരാ? മൂന്നാമത്തെ വിഭാഗം മുശാഹിനാണ്. മൂന്നാമത്തെ വിഭാഗം മുശാഹിനാണ് എന്ന് പറഞ്ഞാൽ അകാരണമായി പിണങ്ങിക്കഴിയുന്നവരാ, അതിർത്തിയുടെ പ്രശ്നത്തിൽ പിണങ്ങിക്കഴിയുന്നവരാ, സ്വത്തിന്റെ പ്രശ്നത്തിൽ പിണങ്ങിക്കഴിയുന്നവരാ, സ്ത്രീധനത്തിന്റെ പേരിൽ പിണങ്ങിക്കഴിയുന്നവരാ, നിസ്സാരമായ കുടുംബ വഴക്കിന്റെ പേരിൽ പിണങ്ങിക്കഴിയുന്നവരാ, ഭൗതികമായ കാര്യങ്ങളുടെ പേരിൽ 3 ദിവസത്തിലധികമായി പിണങ്ങിക്കഴിയുന്നവരാ. ദീനിന്റെ പേരിൽ പിണങ്ങിയതാണോ പ്രശ്നമില്ല, അകാരണമായി സ്വത്തിന്റെ പേരിലാണോ, പരിഗണന കിട്ടാത്തതിന്റെ പേരിലാണോ, എന്തെങ്കിലും വിഷയങ്ങൾ അറിയിച്ചില്ലെന്ന പേരിലാണോ, നിസ്സാരം അതിർത്തി തരക്കിന്റെ പേരിലാണോ, അതേ അവകാശം പങ്കുവെച്ചതിന്റെ പേരിലാണോ, കൃഷിയുടെ പേരിലാണോ, കച്ചവടത്തിന്റെ പേരിലാണോ, ഏത് ഭൗതിക വിഷയത്തിന്റെ പേരിലാണെങ്കിലും അത് ഭൗതിക കാരണങ്ങളാ. 3 ദിവസത്തിലധികം ഒരു വിശ്വാസിയോട് പിണങ്ങിയിട്ടുണ്ടോ? ബറാഅത്തിന്റെ രാത്രിയിൽ ഇജാബത്തില്ല, ബറാഅത്തിന്റെ രാത്രിയിൽ ഉത്തരമില്ല. ആരെ കൊണ്ടൊക്കെ നമ്മൾ മിണ്ടേണ്ടി വരും? എന്തിനൊക്കെയാണ് നമ്മൾ പിണങ്ങി വെച്ച്? നമ്മുടെ മനസ്സിങ്ങനെ പറയും, ഞാൻ ആ വാതിൽ പഠിച്ചവിട്ടില്ല, ഞാൻ ആ ഉമ്മറപ്പടി ചവിട്ടില്ല, ഞാൻ അവന്റെ മുഖത്ത് നോക്കില്ല, എന്നെ ആ വഴിക്ക് നോക്കണ്ട. എന്തൊക്കെ വാക്കുകളാ നമ്മൾ പറയുന്നത്? ഈ വാക്കുകളൊക്കെ പറയുമ്പോ നമ്മളൊന്ന് ആലോചിക്കണം. എനിക്കിത് പറയാൻ ഊക്ക് തന്നത് എന്റെ ഹൃദയമാണ്. ഈ ഹൃദയം ആരുടെ കയ്യിലാ മോനെ? ആ ഹൃദയത്തിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാ? ആ ഹൃദയത്തിന്റെ നിയന്ത്രണം റബ്ബിന്റെ കയ്യിലല്ലേ? നീ വിചാരിക്കുമ്പോ ചലിക്കുന്നതല്ലല്ലോ ഹൃദയം, നീ വിചാരിക്കുമ്പോൾ നിൽക്കുന്നതല്ലല്ലോ ഹൃദയം. അതിന്റെ നിയന്ത്രണം റബ്ബിന്റെ കയ്യിലല്ലേ? ആ ഹൃദയവും വെച്ചിട്ടാണോ നിന്റെ വീരവാദം? നിന്റെ ശരീരത്തിൽ ഹൃദയത്തിലോളം തുല്യമുള്ള മറ്റൊരവയവമില്ലേ? ലിവർ എന്ന് പറയുന്നത്. ആ ലിവറിന്റെ നിയന്ത്രണം നിന്റെ പക്കലാണോ? കിഡ്നി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരവയവമില്ലേ? അതിന്റെ നിയന്ത്രണം നിന്റെ പക്കലാണോ? ശരീരത്തിലെ ഞരമ്പുകൾ നിന്റെ നിയന്ത്രണത്തിലാണോ?
ഇതൊക്കെ റബ്ബിന്റെ നിയന്ത്രണത്തിലുള്ള ഹൃദയമാണ്, റബ്ബിന്റെ നിയന്ത്രണത്തിലുള്ള ലിവറാണ്, റബ്ബിന്റെ നിയന്ത്രണത്തിലുള്ള കിഡ്നിയാണ്, റബ്ബിന്റെ നിയന്ത്രണത്തിലുള്ള ഞരമ്പുകളാ. ഇതൊക്കെ വെച്ചിട്ട് റബ്ബ് പഠിപ്പിച്ചതിനെതിരെ ഞാൻ അവന്റെ ഉമ്മറപ്പടി ചവിട്ടൂല, ഞാൻ അവരുടെ മുഖത്ത് നോക്കൂല, ഞാൻ മരിച്ചാലും അങ്ങോട്ട് പോകൂല. വിവരക്കേടുകൊണ്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തന്നെയും തിരുത്താനുള്ള മനസ്സ് വേണ്ടയോ? നമുക്കായി സ്വന്തം എന്ന് പറയാൻ എന്തുണ്ട്? ശരീരത്തിലെ മുഴുവനും അല്ലാഹുവിൻ്റെതാ. ആ റബ്ബിന്റെ കൽപ്പനക്കെതിരെ അകാരണമായി 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കുമ്പോ നിനക്ക് ബറാഅത്തിന്റെ രാവിൽ മോചനമില്ല, ലൈലത്തുൽ ബറാഅയിൽ മോചനമില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ചുരുക്കുകയാണ്. അതുകൊണ്ട് ഈ 3 വിഷയങ്ങളും ശ്രദ്ധിക്കണം.